ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആസ് യു ക്യാൻ സി ഒരു സൈഡിൽ നമ്മുടെ കിടിലങ്ങൾ, മറ്റേ സൈഡിൽ അതിലും വലിയ കിടിലങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റുകളൊക്കെ ഫുൾ പൊളി ഗസ്റ്റുകളാണ്. ബൈ ദ വൈ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനായിരിക്കും ഇത് മൊത്തം സെറ്റ് ചെയ്തെന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർക്ക് എന്നെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇംപ്രഷൻ ആയിരിക്കുമല്ലോ എന്നെ പറ്റി. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. നോബി ചേട്ടാ, ഒരു ഈവന്റ് കമ്പനീനെ ഞാൻ അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം. നിങ്ങള്? നമസ്കാരം മാഡം, ഞങ്ങള് ഇവന്റ് മാനേജ്മെന്റ്. ആ ഓക്കെ. ഇവളും മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ പേരെന്നായിരുന്നു? നിങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റിന്റെ ടെൻഷൻ ഫ്രീ. ടെൻഷൻ ഫ്രീ. ഓ, നിങ്ങള് മറ്റേ ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരുമായിരിക്കും. മേഡം അങ്ങനെയല്ല, മേഡത്തിന് ടെൻഷനൊക്കെ ഞങ്ങൾ ഇങ്ങ് എടുക്കും. ഇംപ്രസീവ്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. കാര്യങ്ങളൊക്കെ സെറ്റ് ആണ്? എല്ലാം സെറ്റാണ്. A to Z കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. ഗസ്റ്റ് വരുമ്പോ കൊടുക്കാനുള്ള ബൊക്ക റെഡി അല്ലേ? ബൊക്ക എടുത്തില്ലേ? നീ എടുത്തില്ലേ? ബൊക്ക നീ എടുത്തില്ല? ഇല്ല. നീ എടുത്തില്ല? പിന്നെ നീയൊക്കെ എന്തിനാടാ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്റെ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞ എന്റെ കൂടെ കുടിക്കുന്നത്? നിനക്ക് മാസം ഞാൻ ശമ്പളം അല്ലേ തന്നത്? അല്ലാതെ ടെൻഷൻ ഫ്രീ എന്ന് തുടങ്ങി അന്ന് തുടങ്ങിയാണ് എന്റെ ടെൻഷൻ. ഓക്കെ, അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ടൊരു ഇത് പോട്ടെ. ഗസ്റ്റിന്റെ കാര്യം നിങ്ങൾ വിടും. നമുക്കിപ്പോ ഒരാളെയാണ് സർപ്രൈസ് ചെയ്യേണ്ടത്. അപ്പൊ ശ്വേത ചേച്ചിക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. എല്ലാം സെറ്റാണ്. എന്നാ ഒരു കാര്യം ചെയ്തോ, കേക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും ഞാൻ പോയി പുള്ളിക്കാരി. എന്താ മാഡം കേക്ക് കൊണ്ട്? കേക്ക് എല്ലാം റെഡിയാണ്. കേക്ക് റെഡിയല്ലടാ. കേക്ക് മുറിക്കുള്ള കത്തി എടുത്തുണ്ട്. അപ്പൊ കേക്ക് എടുത്തില്ലേ? കേക്ക് നീ എടുത്തില്ലേ? കത്തി മാത്രം എടുക്കാൻ നീ കേക്ക് കൂടി എടുക്കണ്ടേ? കേക്ക് എടുത്തില്ല. നീ കേക്ക് എടുത്തില്ല. നീയൊക്കെ എന്തിനാടാ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്റെ കൂടെ എന്റെ സ്റ്റാഫാണെന്ന് പറഞ്ഞ് കൂടുതൽ ഞാനിങ്ങനെ പോയാൽ ബേബിനോടും കൂളിനോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെല്ലാം നടക്കുമോ? നടക്കും, എല്ലാം നടക്കും. യോ, നിങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് അതിലും പേടിയായി. ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്റെ പൊളിയാറാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുക്കാണ്ട് നിങ്ങൾക്ക് തന്നത്. എങ്ങനെയെങ്കിലും അറ്റ് എനി കോസ്റ്റ് എനിക്ക് കേക്ക് ഇവിടെ എത്തണം. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ ചേട്ടാ, ബാക്കി സാധനങ്ങൾ തന്നെ കാര്യം പറഞ്ഞു. ആകെ കോളായിരിക്കുന്ന അവസ്ഥയാണ്. വേറൊരു കാര്യം, നമ്മളെ പാർട്ടി പോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? പാർട്ടി പോപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോന്ന്? എടാ, ഈ പൊട്ടിക്കണ സാധനം കേക്ക് കട്ടിയുമ്പോ ഒരു കാര്യം പറയട്ടെ, ഒരു 3 ഗുളി കൊടുക്കാമോ? എന്താ കൊണ്ടുവന്നുള്ള അടുത്തുള്ള മറന്നു. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. കാരണം അത്രയും ഞാൻ ആരാധിക്കുന്ന ഒരു മാഡമാണിത്. കേരള മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള മാഡത്തിന്റെ ഫസ്റ്റ് പടമുണ്ടല്ലോ അനശ്വരം. അനശ്വരത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, താരാപഥം തേജോപഥം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, അത് ഞാൻ ഹരം കൊണ്ട് എത്രയോ തവണ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാഡമായിട്ട് ഭയങ്കര കണക്ഷനായി. മാഡത്തിന്റെ വീട്ടിൽ പോവാറുണ്ട്, ലൊക്കേഷനിൽ പോവാറുണ്ട്, ഉദ്ഘാടന വേദികൾ പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. ഇപ്പൊ മാഡത്തിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാണുമ്പോ ചേർത്ത് നിർത്തിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളോട് ഞാനും കണ്ടല്ല. ഞാൻ മാഡമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാമോ? എനിക്കറിയില്ല. കാണണ്ട, ഞാനെടുത്ത ഫോട്ടോ കാണണ്ട. കാണടാ. ഓക്കെ, ഫോട്ടോഷോപ്പ് ഇത്ര വൃത്തിയായിട്ട് ചെയ്യായിരുന്നു. ഇതാണ്, ഇത് കണ്ട ആൾക്കാർ വിശ്വസിക്കും. ഒറിജിനാലിറ്റി ഉണ്ട്. വെട്ടി ഒട്ടിച്ച സാധനം എന്നല്ല എല്ലാവർക്കും അറിയാൻ പറ്റുമോ? എന്തെങ്കിലും ആയിക്കോട്ടെ, മാഡത്തിനൊന്ന് കാണണം, പരിചയപ്പെടണം, കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം, പറ്റിയാൽ ഒരു ഹഗ്ഗും മേടിക്കണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടി നമ്മൾ ഇവിടെ മരിച്ച് പണിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ സാറേ. വെൽക്കം ഡ്രിങ്ക് ഓക്കെ അല്ലേ? വെൽക്കം ഡ്രിങ്ക് ഓക്കെയാണ്. ഓ, അത് മതി. കലക്കിയില്ലേ നീ? കലക്കി. പക്ഷെ അതൊക്കെ അവനെടുത്ത് കുടിച്ചു. വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചിട്ട് മര്യാദയില്ലാതെ ഞാൻ കണ്ടാണല്ലോ. സംസാരിക്കില്ലേ? തെളിവുണ്ടാ? നിന്റെ വയറ് തന്നെ തെളിവല്ലടാ. 100 ആളുടെ വെള്ളം എടുത്ത് കുടിച്ചോണ്ട് അവൻ ഇവിടെ വയറ്റിലേക്കാണ് വയറ് പാലാരിയോട്ട് നിൽക്കണം. കേട്ടോ, അവൻ ഭർത്താൻ പറയണത് നാണാവൂലടാ. ഒരു സീരിയസ് മാറ്റർ പറയുന്നത്. എന്താണ് പറ? ഇന്നത്തെ ഇവന്റില് ഫസ്റ്റ് പന്തി ഞാനിരുന്ന് ഫുഡ് കഴിക്കും. അതെന്താ എനിക്കറിയണ്ട. നമ്മുടെ ഇവന്റിന് ഫുഡ് തികയാറില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ കഴിക്കും. എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. അതെ, നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ സമയമാണ്. എലീന, ഞങ്ങള് കേക്കും പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാൻ പോയാണ്. മാഡത്തിനെ വിളിച്ചോ? ആണോ? എന്താ നമുക്ക് ചേച്ചിയെ വിളിച്ചിട്ട്
ഹാപ്പി ബർത്ത്ഡേ ശ്വേത അറിയാം എന്റെ ചേച്ചി. പ്രേക്ഷകർ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ കാണിക്കും. How do you feel this moment? ഇത് തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലാതെ ഞാൻ കുറച്ചും കൂടി നന്നായി റെഡി ആയിട്ട് വന്നേനെ. ഇവര് ജാനു I want to go home. പക്ഷെ let me ask you something. ഇതിന് മുമ്പ് പലതവണയായിട്ടും സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ്, അങ്ങനെ ബർത്ത്ഡേ ഇതുപോലെ സർപ്രൈസ് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എനിക്ക് സർപ്രൈസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. And എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ, ഞാൻ എന്താ പറയാ, പ്രസവിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു സർപ്രൈസ് തന്ന. ഓ ഗോഡ്, ദിസ് ഗെറ്റ്സ് കേക്കട്ടെ കേക്കട്ടെ. I get, oh, this is so ലൈക് ഫ്രണ്ട്സ് അവരൊക്കെ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നുണ്ടോ പണ്ട്? അതോ ഇറ്റ് വാസ് ലൈക് നോർമലി വീട്ടിലുള്ള സെലിബ്രേഷൻ? അല്ല, ഒബ്വിയസ്ലി സർപ്രൈസസ് എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അത്ര നന്നായി ഹാൻഡിൽ ചെയ്യാറില്ല. പക്ഷെ ദിസ് ഇസ് ലൈക്ക് അമേസിങ്. ആണോ? ആദ്യമായിട്ട് ഓഫ് കോഴ്സ് ഡയറക്ടർ അനുജ് താങ്ക് യു സോ മച്ച്. അമൃത TV, താങ്ക് യു സിന്ധു, താങ്ക് യു ദ ഹോൾ ഗ്യാങ്, താങ്ക് യു കോഡെക്സ്, താങ്ക് യു അലീന, താങ്ക് യു മൈ ബച്ചാസ്. ഒരു ഗിഫ്റ്റും കൂടെ തരട്ടെ ഞാൻ? അയ്യോ പ്ലീസ് പ്ലീസ്. ഇപ്പൊ എന്തായിരിക്കും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാൻ ചാൻസ് ഉണ്ടാവുക? ഞാൻ എന്നായിരിക്കും തരാൻ ചാൻസ് ഉണ്ടാവുക? പ്ലീസ് ഡോണ്ട് മേക്ക് മീ ഇമോഷണൽ. റെഡി? കണ്ണടയ്ക്കുക. ഓക്കെ, കള്ളത്തരം ഞാൻ പറയാണ്ട് തുറക്കരുതേ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഇപ്പൊ വരും. ഇപ്പൊ കണ്ണിക്കൂടെ ഒരുപാട് എന്താ കാര്യങ്ങൾ പോകുന്നുണ്ടാവും അല്ലേ? ഒരുപാട് ബർത്ത്ഡേ ഗിഫ്റ്റുകൾ എന്തായിരിക്കും എന്നുള്ളൊരു, അല്ല ഇതൊക്കെ ജാൻമണിയുടെ ഓരോ ബലത്തരങ്ങളാണ്. Okay, are you ready for your birthday gift? Yeah. Okay. ആരാന്ന് പറഞ്ഞോന്നാ? ഗസ് ചെയ്യും തോന്നുന്നില്ല. എനി ഗസ്? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡസ്ട്രീനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഫ്രണ്ട്ഷിപ്പിന്, അതായത് സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് ഭയങ്കര ഒരു വാല്യൂ നൽകുന്ന ഒരാളാണ് ശ്വേതാ മേനൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുഞ്ഞു കുറുമ്പി. ഹാപ്പി ബർത്ത്ഡേ! ഓസ്ട്രേലിയയിലായിരുന്നു ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഇവിടെ ഇന്ത്യയിൽ വന്ന് തന്നെ. I came for you. അപ്പൊ ഇത് ഡോക്ടർ ഉഷ മേനൻ, കാസർഗോഡിലെ ഒരു വലിയൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അതെല്ലാം ഉപരി നമ്മൾ ബെഞ്ച് മേറ്റ്സ് ആയിരുന്നു. നമ്മൾ 3 പെൺകുട്ടികള്, ഷെറീന, ഞാൻ, ഉഷ. ആൻഡ് എന്നെ ഒരുപാട് കോപ്പി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പഠിപ്പിച്ചിട്ടായിരുന്നു ഇവള്. ഞാൻ സെന്ററിൽ, ഉഷ ലെഫ്റ്റില്, ഞാൻ സെന്ററിൽ, ഷെറീന വലിയൊരു അഡ്വക്കേറ്റ് ആണ്. ഷീസ് ഇൻ ദുബായ്. നമ്മൾ 3 ത്രീസമാണ്. Good one. അപ്പൊ അല്ല ചേച്ചി, എന്നിട്ട് ബാക്കി പറയാം. അതായപ്പോ ഇവിടെ നിന്ന് അപ്പൊ this is my best gift. ഈ ഡോക്ടർ കേക്കട്ടെ ശ്വേത ചേച്ചിനെ പറ്റി പറയുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ലെന്നറിയാം. ഈ ഒരു എനർജി ആണെങ്കിൽ അന്ന് എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് അന്ന് എനിക്ക് ശ്വേതനെ പറ്റി എപ്പോഴും ഓർക്കുമ്പോൾ ഞങ്ങൾ ആ ബാക്ക് ബെഞ്ചിലിരുന്ന് ചെയ്ത കുസൃതികളാണ് ഞങ്ങൾ 3 പേര്. ഷെറീന, ഞാന്,
കുസൃതികള് ഒരുപാടുണ്ടായിരുന്നില്ല. അതെ. ബ്യൂട്ടി പാർലറിൽ പോവുക, അതും യൂണിഫോമിലെ. ഞങ്ങൾ +2 ഒന്നിച്ച് പഠിച്ചതായിരുന്നു. വലിയ കുസൃതി പറയോ ചേച്ചി? ചേച്ചിയുടെ ആയതുകൊണ്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് അന്നൊരു ലവ് ഉണ്ടായിരുന്നു. ബുദ്ധിയുള്ള കാര്യമല്ല ഞങ്ങൾക്ക് അറിയാവുന്ന. അന്നത്തെ ദൈവമേ പോയി. കൈമാറുന്നുണ്ട്, കണ്ണുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല സിനിമയ്ക്കൊക്കെ പോയില്ല. അതെ കുറെ. പിന്നെ സിനിമയിൽ പോയിട്ടെങ്കിലും ഐ തിങ്ക് നമ്മുടെ പ്രൊഫഷന്റെ പറ്റി ഒന്നും സംസാരിക്കാറില്ല. ഐ എം സർപ്രൈസ്ഡ് ബിക്കോസ് എനിക്കറിയാം ഉഷേനെ എപ്പോഴും വിളിക്കുമ്പോൾ ഞാനിപ്പോ സർജറിക്ക് പോവാണ്, ഞാൻ ഇതിന് പോവാണ്, അതിന് പോവാണ് എന്നൊക്കെ പറയുന്ന ആള് കാസർഗോഡ് വിട്ടിവിടെ വന്നു. ദാറ്റ്സ് ലൈക്ക് എ ബിഗ് സർപ്രൈസ് ആൻഡ് ബിഗ് സാക്രിഫൈസ്. കുറച്ച് സർപ്രൈസും കൂടെ നമുക്ക് കൊടുക്കാം. ഇനി കുറച്ച് സർപ്രൈസും കൂടെ. പിന്നെ ചേച്ചിയുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തീർക്കാൻ പറ്റുമോ അല്ലേ? വേറൊന്നുമല്ല, കുറച്ച് പഴയ ഫോട്ടോസാ മോളൂസേ. കാണാം പഴയ കുറെ ഫോട്ടോസ്. ഡോക്ടറിന്റെ ഉണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. Happy birthday to you, my dearest buddy and soul sister. It's amazing to see my bestie who shared a school bench with me now lighting up the silver screen. നിന്റെ ബർത്ത്ഡേ ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ സ്കൂൾ ഡേയ്സ് ആണ് മനസ്സിൽ. സ്പെഷ്യൽ ക്ലാസ് ബങ്ക് ചെയ്ത് നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത് ഓർമ്മയില്ലേ? ബ്ലൂ ഡയമണ്ട് തിയേറ്ററിൽ, ദാറ്റ് ടു ഇൻ സ്കൂൾ യൂണിഫോം. From those KV days of sneaking out to watch movies to gracing the big screen, you have come a long way, my darling. I'm so proud to see you shining as the star you are. May your birthday be as fabulous as your journey has been. Keep shining. The best is yet to come. കരങ്ങൾ കോർത്ത കൂട്ടുകാരിതായി പല മോഹങ്ങളെങ്കിലും പല സ്വപ്നങ്ങളെങ്കിലും ഇതെനിക്കറിയാം, ഇത് ശരി തന്നെയാണ്. തെണ്ടി നീ തന്നെയാണ് ചെയ്തതൊക്കെ. നീയാണ് കൊടുത്ത അവളുടെ നമ്പർ. പിന്നെ ഇതാണോ കോഴിക്കോട് ഫേമസ് ഗ്യാങ്? അല്ലല്ലോ. ഇതാണോ കോഴിക്കോട്? ശരീന, ഞാൻ ഉഷ. ഇഷ്ടായോ? ഇത് കൂടുതലും തരട്ടെ ഇനി. Anuj, come here please. Forget about recording. Come here. Everybody, thank you so much. And Happy birthday to you. Happy birthday to you. Happy birthday, dear Shredaji. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, and a fine birthday tonight. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. നമ്മുടെ ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എവിടെ? അടിപൊളിയായിരുന്നു. അവൾ എന്ത് ചെയ്യും? അവൾ ടീമും ഈവന്റ് മാനേജ്മെന്റ് ഇവരായിരുന്നു ഇത് എനിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ഇനി കളറാക്കണ്ടേ? പിന്നെ ബ്രേക്ക് എടുക്കണ്ടേ? ബ്രേക്ക് എടുക്കാൻ പറ്റേ? അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇത്രയും സർപ്രൈസ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് എനിക്ക് മാത്രം തന്നില്ല. അല്ല, എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. കേക്കണ്ട. പൈസ ആണോ? അല്ല, അത് ഞാനാ ഡീൽ ചെയ്യുന്നേ. കേക്കല്ലെന്ന് കേക്ക് കിട്ടിയോ? ചേട്ടാ, എനിക്ക് മനസ്സിലായി. ആ ചേട്ടൻ പറയാൻ കേക്ക്. ഒരു ഹഗ് കൊടുത്തേക്ക് നോബി ചേട്ടാ. ഇത് തന്നെ, ഇത് തന്നെ, ഇത് തന്നെ.
ഹാപ്പിയാണ്. Yes. Alright, അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സ് ഗംഭീരമായിട്ട് നാളെ ഷുഗർ 600 ആവും മിക്കവാറും.